ഹായ് ഓൾ, ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്ന ഈ ടോപ്പിക്ക് എംബഡഡ് സിസ്റ്റത്തിൻ്റെ മൊഡ്യൂൾ 5 റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷണാലിറ്റീസ്, എന്താണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണിത്. ഫസ്റ്റ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വാട്ട് ഈസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം, ഇറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂസർ ആപ്ലിക്കേഷൻ ആൻഡ് ദ സിസ്റ്റം റിസോഴ്സസ്. അതായത് ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയറിനും ഇടയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റം റിസോഴ്സസിനെ മാനേജ് ചെയ്യുക, അത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അതിനെ സജ്ജമാക്കുക, അല്ലെങ്കിൽ എന്താണോ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ള എയിം. ദെൻ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം make the system convenient to use, and second one is the organize and manage system resources efficiently and correctly. then നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഒരു ഫിഗർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ യൂസർ ആപ്ലിക്കേഷനും ഹാർഡ്വെയറിനും ഇടയിൽ വരുന്ന ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണക്കാക്കുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മെയിൻ കോർ പാർട്ട് എന്ന് പറയുന്നത് കേർണലാണ്. അപ്പോൾ കേർണൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദി സിസ്റ്റം റിസോഴ്സസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദി ഹാർഡ്വെയർ ആൻഡ് അതർ സിസ്റ്റം സർവീസസ്. ഇപ്പോൾ കേർണലാണ് ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ അബ്സ്ട്രാക്ഷൻ ലെയർ ബിറ്റ്വീൻ സിസ്റ്റം റിസോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ, യൂസർ ആപ്ലിക്കേഷൻ. അപ്പോൾ അതിനകത്ത് വരുന്ന ഈ കേർണൽ ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസാണ്, അല്ലെങ്കിൽ കുറച്ച് കേർണലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേർണൽ ചെയ്യുന്ന സർവീസസുകളാണ്. ഫസ്റ്റ് വൺ ഈസ് പ്രോസസ് മാനേജ്മെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് മെമ്മറി മാനേജ്മെൻറ്റ്, നെക്സ്റ്റ് സെക്കൻഡറി സ്റ്റോറേജ് മാനേജ്മെൻറ്റ്, നെക്സ്റ്റ് വൺ ഈസ് ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ്, ലാസ്റ്റ് വൺ ഈസ് IO സിസ്റ്റം മാനേജ്മെൻറ്റ്. ഇനി ഓരോ ഫങ്ഷൻസും എന്താണെന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് പ്രോസസ് മാനേജ്മെൻറ്റ്. എന്താണ് പ്രോസസ് മാനേജ്മെൻറ്റ്? പ്രോസസ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിങ് പ്രോസസ്സസ്. പ്രോസസ്സ് നമുക്കറിയാം, പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിന് എക്സിക്യൂഷനിലിരിക്കുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ടാസ്ക് മാനേജ് ചെയ്യുക. ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് സെറ്റിംഗ് അപ്പ് മെമ്മറി സ്പേസ് ഫോർ പ്രോസസ്സ്, ലോഡിംഗ് കോഡ് ഇൻ ടു മെമ്മറി സ്പേസ്, അലോക്കേറ്റിംഗ് സിസ്റ്റം റിസോഴ്സസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ പ്രോസസ്സ് ഷെഡ്യൂളിംഗ്, ഇതൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നതാണ്. ഈ പ്രോസസ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്കിനെ പറയുന്ന പേരാണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് മെമ്മറി മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് മെമ്മറി നമുക്കറിയാം, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഇപ്പോൾ ഈ പ്രൈമറി മെമ്മറി മാനേജ്മെൻറ്റും സെക്കൻഡറി മെമ്മറി മാനേജ്മെൻറ്റും ഈ മെമ്മറി മാനേജ്മെൻറ്റിൽ വരുന്നു. മെയിനായിട്ടും വരുന്ന അലോക്കേറ്റിംഗ് ആൻഡ് ഡി അലോക്കേഷൻ ഓഫ് മെമ്മറി സ്പേസ് ഓൺ നീഡ് ബേസിസ്. എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ സെക്കൻഡറി മെമ്മറിയുടെ കേസിലാണ് നമുക്കറിയാം ഡിസ്ക് സ്റ്റോറേജ് അലോക്കേഷൻ, ഡിസ്ക് ഷെഡ്യൂളിംഗ്, അതെല്ലാം ഓൾറെഡി നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ പ്രീവിയസ് ഇതിൽ പഠിച്ചേക്കുന്നത് തന്നെയാണ്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ്. ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ്, ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസ് ഉണ്ട്, ടെക്സ്റ്റ് ഫയലുണ്ട്, ഇമേജ് ഫയലുണ്ട്. അപ്പോൾ ഈ ഫയലിനെ എല്ലാം മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ക്രിയേഷൻ ആൻഡ് ഡിലീഷൻ, അലോക്കേഷൻ ഓഫ് ഡയറക്ടറീസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഫയൽ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് IO സിസ്റ്റം മാനേജ്മെൻറ്റ്. IO സിസ്റ്റം മാനേജ്മെൻറ്റ് മീൻസ് IO ഡിവൈസസ് കണക്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുക. അതൊക്കെയാണ് കേർണലിൻ്റെ മെയിനായിട്ടും ഉള്ള ഫങ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നതും എല്ലാ കാര്യങ്ങളും ജനറൽ കാര്യങ്ങളെല്ലാം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് കേർണൽ ഈസ് മോർ ജനറലൈസ്ഡ് ആൻഡ് കണ്ടെയ്ൻ ഓൾ കൈൻഡ് ഓഫ് സർവീസ്. എല്ലാ തരത്തിലുള്ള സർവീസുകളും ഏതിലുണ്ടാവും? ഈ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നോൺ ഡിറ്റർമിനിസ്റ്റിക് അല്ല ഇൻ ബിഹേവിയർ. ദാറ്റ് മീൻസ് ചിലപ്പം
ഡിലേ വരാം, ചിലപ്പോൾ സ്ലോ റെസ്പോൺസ് വരാം. അങ്ങനെ ഇന്ന സമയത്ത് ഇത് തീരും എന്ന് നമുക്ക് കറക്റ്റായിട്ടും എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ്, എന്താണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ RTOS? ഇവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പോർഷനിലേക്ക് വരുന്നത്. Next is real-time operating system. Real-time operating system is based on deterministic timing behavior. ഒരു പർട്ടിക്കുലർ ടൈമിംഗ് ബിഹേവിയർ ഉണ്ടായിരിക്കും ഇതിനകത്ത്. അതായത് കറക്റ്റ് ഒരു സമയം ഉണ്ടായിരിക്കും, ആ സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം അതിനകത്ത് ഓരോ പ്രോസസ്സും. Then that is always consumes only known and expected amount of time. ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. Then RTOs implement policies, rules for time critical applications. അതിന് പ്രത്യേകമായിട്ടുള്ള സെറ്റ് ഓഫ് പോളിസീസ് ആൻഡ് റൂൾസ് ഉണ്ടാണ്. ദെൻ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ് വിൻഡോ എംബഡഡ് കോമ്പാക്റ്റ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ദെൻ QNX, ദെൻ മൈക്രോ C/DS2 എക്സെട്ര. ദെൻ RTOSൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്നുകൂടെ പറയാം. ഇറ്റ് റെസ്പോൺസ് ടു ഇൻപുട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഇൻപുട്ടിന് റെസ്പോൺസ് കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ്, കംപ്ലീറ്റഡ് വിത്തിൻ എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം. നെക്സ്റ്റ് വൺ ഈസ് അതിൻ്റെ എക്സാമ്പിൾ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം. ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ അതിനകത്ത് ചെയ്യേണ്ട പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആയിരിക്കും. ദെൻ there are two classification of real-time operating system. First one is hard real-time operating system and second one is the soft real-time operating system. ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിനകത്ത് വരുന്നത് ടാസ്ക് ഹാവ് ടു ബി കംപ്ലീറ്റഡ് ഓർ പെർഫോംഡ് ഓൺ ടൈം. ഒരു പർട്ടിക്കുലർ ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിനുള്ളിൽ മസ്റ്റായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്ന ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടും ആ പർട്ടിക്കുലർ ടൈമിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ അതിന് ക്രാഷസ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഒരു ടൈമുള്ള സിസ്റ്റമാണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റം. ബട്ട് ഇൻ കേസ് ഓഫ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം ചെറിയൊരു ടൈമിൽ വേരിയേഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതായത് ടാസ്ക് ആർ പെർഫോം ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. ദെൻ എക്സാമ്പിളായിട്ട് പറയുന്ന ഓൺലൈൻ ഡേറ്റാബേസ്, ലേറ്റ് കംപ്ലീഷൻ ഓഫ് ജോബ്സ് ഈസ് അൺഡിസൈറബിൾ. ഇതൊരു അല്പനേരം അത് മാറ്റം വന്നാലും കുഴപ്പമില്ല, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ആയാൽ മതി. നെക്സ്റ്റ് പോയിന്റ്, നോ പൊട്ടൻഷ്യൽ ഡാമേജ് ഒക്കേഴ്സ് ഇഫ് ദ സിസ്റ്റം ഡസ് നോട്ട് മീറ്റ് ദി ഡെഡ് ലൈൻസ്. ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റത്തിനകത്ത് ചെറിയ ഒരു ടൈം ഡിലേ വന്നു കഴിഞ്ഞാലും ആ സിസ്റ്റത്തിന് അത് ബാധിക്കത്തില്ല. പക്ഷേ ഹാർഡ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടൈം വേരിയേഷൻ പോലും എൻ്റെ സിസ്റ്റത്തിന് അത് ബാധിക്കും. നമ്മൾ കോമൺ ആയിട്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റമാണ്. പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് റിയൽ ടൈം സിസ്റ്റത്തിൻ്റെ കേർണലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കേർണൽ നമുക്കറിയാം മെയിൻ പാർട്ട് ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കേർണലിൻ്റെ പ്രത്യേകതകൾ? ഇറ്റ് ഈസ് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആൻഡ് കണ്ടെയ്ൻസ് മിനിമൽ സെറ്റ് ഓഫ് സർവീസസ്. അപ്പോൾ ഇതിൻ്റെ കേർണൽ എന്ന് പറയുന്നത് കുറച്ച് മിനിമൽ സെറ്റ് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ജനറൽ പേർപ്പസ് അല്ല, റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നെക്സ്റ്റ്, ബേസിക് ഫങ്ഷൻസ് ഓഫ് ദി റിയൽ ടൈം കേർണലാണ്. അതിനകത്ത് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ടാസ്ക് ഓർ പ്രോസസ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് പ്രോസസ്സ് അല്ലെങ്കിൽ അതിനെ പ്രോസസ്സിന് പറയുന്ന വേറൊരു പേരാണ് ടാസ്ക്. അത് റിയൽ ടൈം കേർണലിനകത്ത് പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പേരാണ് ടാസ്ക്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഈ ടാസ്ക് ഓർ പ്രോസസ് മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് ഈസ് സെറ്റിംഗ് അപ്പ് ഓഫ് മെമ്മറി സ്പേസ് ഫോർ എ ടാസ്ക്. സെക്കൻഡ് ഈസ് ലോഡിംഗ് ടാസ്ക് കോഡ് ഇൻ ടു മെമ്മറിയിലേക്ക് ടാസ്കിൻ്റെ കോഡ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഈസ് അലോക്കേറ്റിംഗ് സിസ്റ്റം റിസോഴ്സസ്. നെക്സ്റ്റ് ഈസ് സെറ്റിംഗ് അപ്പ് ഓഫ് TCB മീൻസ് ടാസ്ക് കൺട്രോൾ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ PCBനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ആയിരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടാസ്ക് കൺട്രോൾ ബ്ലോക്ക്. ദാറ്റ് മീൻസ് ഓരോ ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് സജാസ് ടാസ്കിൻ്റെ ID, സ്റ്റേറ്റ്, ടൈപ്പ്, പ്രയോറിറ്റി അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വയ്ക്കാനാണ് നമ്മൾ ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ടാസ്ക് ഓർ പ്രോസസ് ഷെഡ്യൂളിംഗ് ആണ് കേർണൽ ചെയ്യുന്ന നെക്സ്റ്റ് പ്രോസസ്സ്. അതിനകത്ത് വരുന്ന ഷെയറിംഗ് CPU എമംഗ് വേരിയസ് ടാസ്ക്. അപ്പോൾ നമുക്ക് ഷെഡ്യൂളിംഗ് എന്താണെന്ന് അറിയാം. ഷെഡ്യൂളിംഗ് മീൻസ് പ്രോസസ് ഷെഡ്യൂളിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് ഓരോ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു, CPU പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഷെയറിംഗ് CPU എമംഗ് വേരിയസ് ടാസ്ക്. നെക്സ്റ്റ്, ഷെഡ്യൂളർ ഹാൻഡിൽസ്
ടാസ്ക് ഷെഡ്യൂളിംഗ്. ഇപ്പോൾ ഇവിടെയും ഒരു ഷെഡ്യൂളറുണ്ട്. നമ്മൾ CPU ഷെഡ്യൂളർ എന്ന് പറയുന്നത് പോലെ തന്നെ ഷെഡ്യൂളർ ഹാൻഡിൽ ദ ടാസ്ക് ഷെഡ്യൂളിംഗ് ഹാൻഡിൽ ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് ഈസ് ടാസ്ക് ഓർ പ്രോസസ് സിങ്ക്രണൈസേഷൻ. നമ്മളതും സിങ്ക്രണൈസേഷൻ നമുക്കറിയാം. ഇറ്റ് ഡീൽസ് വിത്ത് കൺകറൻറ്റ് ആക്സസ് ഓഫ് റിസോഴ്സസ്. കൺകറൻ്റ് ആയിട്ട് ഒരു റിസോഴ്സിനെ ആക്സസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോസസ്സ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ, വിച്ച് ഷെയർഡ് അക്രോസ് മൾട്ടിപ്പിൾ ടാസ്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വേരിയസ് ടാസ്ക്. നെക്സ്റ്റ് പോയിന്റ് ഈസ് എറർ ഹാൻഡ്ലിംഗ്. ഇത് പെർഫോം ചെയ്യുന്ന വേറൊരു കേർണൽ ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് എറർ ഓർ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ ഒരെണ്ണം ഇൻസഫിഷ്യൻറ്റ് മെമ്മറി, അതൊരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു എററാണ്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നതും കേർണലാണ്. നെക്സ്റ്റ് കേർണൽ ഹാൻഡിൽ ചെയ്യുന്ന നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് മെമ്മറി മാനേജ്മെൻ്റ് ആണ്. മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ കേസിൽ RTOs മേക്ക് യൂസ് ഓഫ് ബ്ലോക്ക് ബേസ്ഡ് മെമ്മറി അലോക്കേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ബ്ലോക്ക് ബേസ്ഡ് മെമ്മറി അലോക്കേഷനാണ്. ബ്ലോക്ക് ഈസ് അലോക്കേറ്റഡ് ഫോർ എ ടാസ്ക് ഓൺ നീഡ് ബേസിസ്. എന്താണോ ആവശ്യം അതിനനുസരിച്ച് ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്യും. ആവശ്യം കഴിയുമ്പോൾ ബ്ലോക്ക് ഡി അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം അങ്ങനെയാണ് മെമ്മറി മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് റിക്വയർമെൻറ്റ്സ് ഫോർ എ ഗുഡ് RTOs. ഒരു ഗുഡായിട്ട് ഉള്ള ഒരു RTOസിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് ഈസ് മൾട്ടി ടാസ്കിങ് കേപ്പബിലിറ്റീസ്. സെക്കൻഡ് ഫാസ്റ്റ് കോണ്ടെക്സ്റ്റ് സ്വിച്ച്. കോണ്ടെക്സ്റ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിൽ നിന്നും വേറൊരു പ്രോസസ്സിലേക്ക് സ്വിച്ച് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ പ്രോസസ്സാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ച്. നെക്സ്റ്റ് പോയിന്റ് ഈസ് കൺട്രോൾ ഓഫ് മെമ്മറി മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ഈസ് പ്രോപ്പർ ഷെഡ്യൂളിംഗ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് റിച്ച് സെറ്റ് ഓഫ് ഇൻ്റർ ടാസ്ക് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം. അപ്പോൾ അതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ഓഫ് RTOs. അപ്പോൾ ഇത്രയും ആണ് ഏകദേശം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബേസിക് ഐഡിയ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.